ഹലോ ഗെയ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ മൂന്നാറിലെ സെക്കൻഡ് ഡേ ആണ്, മോർണിംഗ് ടൈമാണിത്. അപ്പോൾ കുറച്ച് വിശേഷങ്ങൾ വഴിയെ നിങ്ങൾക്ക് കാണാം. മൂന്നാർ ടൗൺ വിസിറ്റ് ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ് ഡേ ആണ്. മോർണിംഗ് കുറച്ച് പേരൊക്കെ എണീറ്റ് ഫ്രഷപ്പായി ഫുഡ് കഴിച്ചു. അതായത് കുറച്ച് പേര് ഫുഡ് കഴിച്ചു, കുറച്ച് പേര് ഇപ്പോഴും കിടന്ന് ഉറങ്ങുകയാണ്. ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഒരു 12 മണിക്കകത്തേന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവും. അതിനുശേഷം ഞങ്ങൾ പോകുന്നത് മൂന്നാറിലോട്ടാണ്. അതായത് മൂന്നാർ ടൗണിലോട്ട് ചെറിയ ഷോപ്പിംഗ് അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ചുകൂടെ ആഡ് ചെയ്യുക അതിൽ. നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റിസോർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാച്ചുർ കേസ്കാർ റിസോർട്ടാണ്. ഇത് അടിമാലിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഒരു ഗ്യാങ് ഒക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും എനിക്കിഷ്ടപ്പെട്ടു. അവിടുത്തെ റൂം ഫെസിലിറ്റീസ് ആയിരുന്നാലും കസ്റ്റമർ സർവീസ് ആയിരുന്നാലും എല്ലാം ബെറ്റർ ഓപ്ഷനായിരുന്നു. അവിടെ AC റൂംസ് ഉണ്ട്, നോൺ AC റൂംസ് ഉണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരി പോയിട്ട് ബാക്കിയെല്ലാം നമ്മൾ ചൂസ് ചെയ്തായിരുന്നു. ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ റിസോർട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടെ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലോട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇവിടെ മൂന്നാറിലെ റിസോർട്ട് നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയാണ്. ബാക്കി എല്ലാവരും ഇറങ്ങി. ഇതാണ് നമ്മൾ കിടന്ന റൂം. ഇത് ഞാൻ കിടന്ന റൂമാണിത്. ഗൈസ്, നമ്മളിവിടെയാണ്, ഈ റിസോർട്ടിലാണ് ഇന്നലെ ഫുള്ള് സ്റ്റേ ചെയ്തത്. അതായത് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യുക. നെക്സ്റ്റ് ഡേ നമ്മൾ 11 AM ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകം കാണിച്ചു. നാച്ചുർ കേസ്കാർ റിസോർട്ടിലാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തത്. നേരത്തേക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മൂന്നാർ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ഓ, റെസ്റ്റ് എടുക്കുക. യെസ്, എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. റിസോർട്ടിലായിരുന്നപ്പോഴത്തേക്കും തണുപ്പൊന്നുമില്ല ഗൈസ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോഴാണ് നമുക്കൊരു മൂന്നാർ ഫീൽ തോന്നിയത്, മൂന്നാർ വന്നതായിട്ടൊരു ഫീല് തോന്നിയത്. ഇവിടെ ജസ്റ്റ് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഈ ഷോപ്പ് ചെയ്യുക. ഷോപ്പ് ചെയ്തതിന് ശേഷം വീട്ടിലോട്ട് പോവുകയാണ്. മതിൽ ചാടി ഫോട്ടോ എടുക്കണം. മഞ്ഞാണ് ഇത് വീഴുന്നത്, നല്ല മഴ. തീർന്ന് അവിടെ ഇരിക്കും. ആഷിത, ഇത് കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. ഞാൻ കഴിച്ചു, എനിക്കാണ് ഈ സാധനം ജാതകല്ലേ. எல்லாரும் வர முன்னே கருவறிக்குது. இனி வீடியோ எடுத்து இன்ஸ்டால அப்லோட் பண்ண போறேன். vlog யூடியூப்ல சேனல் இருக்கு. அப்படியே அப்ப நான் ஸ்டார்ட் பண்றதுல இருந்து எடுத்து போட்டுக்கலாம்ல. அது குழப்பம் இல்ல. உங்க ஐடி சொல்லிட்டு போங்க, நான் ஃபாலோ பண்றேன். எனக்கும் இருக்கு ஒரு யூடியூப் சேனல், நீங்க சப்ஸ்கிரைப் பண்ணுங்க. ரொம்ப ஃபன் தான். ஓகே, ஆயிடுச்சான்னு பாருங்க. இல்ல வெள்ளம் இனி இருக்கு. இன்னைக்கு நான் இந்த மாதிரி சாப்பிட்டு தெரிஞ்சிருச்சு. ஆனால் எனக்கு ஒரு பிளேட் அதில் அடி வச்சு. ഇപ്പോൾ മൂന്നാർ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗോകുലിന് കാല് വയ്യ, എന്നിട്ടും അവൻ ഓടി വന്നല്ലേ.
നടക്കുകയാണ്. എങ്ങോട്ട്? നമ്മൾ ടൗൺ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓ നമുക്ക് പഴംപൊരി കഴിക്കാം. പഴംപൊരിയും ചൂട് വടയും ഇവിടെ ഒരു അപ്പൂപ്പ വിൽക്കുന്ന കടയുണ്ട്. എടാ ആ വഴി എവിടെ? ആ അതവിടെ നോക്കാം. നമ്മൾ സാധനം മേടിക്കാൻ ഷോപ്പ് തപ്പി നടക്കുകയാണ്. നമുക്ക് സാമ്പിൾ ചോക്ലേറ്റ് കിട്ടുമോ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. വാങ്ങാനല്ല, കഴിക്കും. സാമ്പിൾ കഴിക്കും. നീ കഴിക്കണം, എൻ്റെ അടുത്ത് കഴിക്കാൻ പറയല്ലേ. ഇവിടെ എല്ലാം ചോക്ലേറ്റ് കടയാണ്. വിശന്നിട്ട് വയ്യ. എന്തോ ഫുഡ് കേട്ടോ. കണ്ടോ ഗൈസ്, എല്ലാം ചോക്ലേറ്റ് കടയാണ്. ആ എല്ലാം ചോക്ലേറ്റ് കടയല്ലെന്ന് കൈ കഴിക്കും. അന്വേഷിച്ച സ്ഥലം എത്തിയിരിക്കുകയാണ്. പാലം. പാലം കടന്ന് നമ്മൾ അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും അവിടെ നമുക്ക് നോക്കാം ഗൈസ്. എല്ലാം 20 രൂപയാണോ? 20 rupees. എൻ്റെ ID കാർഡായിട്ട് കൊണ്ട് കിടക്കണം ഗൂഗിൾ. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഭയങ്കര മഞ്ഞാണ് ഗൈസ്, നമുക്ക് വയ്യ ഗൈസ്. ഗോകുലിന് പ്രത്യേകിച്ച് സുഖമില്ല. എനിക്ക് എന്ത് മേടിച്ചിരുന്നു നിങ്ങളെല്ലാവരും? 3 സാധനം, 3 പേരായിട്ട് 3 സാധനം. കളിപ്പാട്ടം മേടിക്കണം. നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ്. റെയിൻകോട്ട് അല്ലേടാ ഇത്? മറ്റേ 10 രൂപയോ? അത് ഇൻസ്റ്റന്റ് ആണ്. 10 എടാ ഒരാൾ കാണാനില്ല. കോഫി ഒരു ഉഴുന്നുവട. എനിക്ക് ഉഴുന്നുവട. ഉഴുന്നുവട നോക്കിയിരിക്കുന്ന എന്തോന്നൊക്കെ മേടിച്ചടാ? ആ പഞ്ഞി പോലത്തെ മിഠായി എത്ര രൂപ? ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ആർത്തി മൂത്ത് കഴിക്കുന്ന അഭിജിത്ത് 2 ദിവസം പട്ടിണി. ചായ ആസ്വദിച്ചു കുടിക്കുന്ന ബിസ്മില്ലക്ക. യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാൻ ഗൈസ്, ഫോളോസ്. ഹലോ
ഞാൻ കാണിച്ചോണ്ടിരിക്കണം. എന്നിട്ട് പറയണേ ഞങ്ങൾ SBI കാട്ടിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഓ അമ്മയുടെ അമ്മ 150 അയച്ചു തരുമെന്ന്. ഇതിലില്ലേ ഇങ്ങനെ കാണാം, കണ്ടാ എന്നെയും കാണാൻ പറ്റും. അങ്ങനെ പറയില്ല. സീക്രം ബസ്സിൽ പോയിട്ട് എന്നെ ചെയ്യുവാൻ. അംജിത്തെ നീ വഴി തെറ്റി പോവില്ലേ? എടാ അംജിത്ത് വഴി തെറ്റി പോയടാ. സാമ്പിൾ തരൂ. എല്ലാ അട്ടത്തും സാമ്പിൾ വാങ്ങി കഴിച്ചോണ്ട് നടക്കും. സപ്പോർട്ട് എത്ര എന്തോ സപ്പോർട്ട് എത്ര വേണ്ട, 1 കിലോ 1/2 കിലോ 50 രൂപ സപ്പോർട്ട്. അവിടെ പോത്തീസിൽ 1 കിലോ 59 രൂപ. സോ ഗെയ്സ് നമ്മൾ അവിടെ നിന്ന് വാങ്ങാം. ഇവിടെ നമ്മുടെ നാട്ടിൽ, അതായത് ട്രിവാൻഡ്രത്ത് ചാലയിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഗെയ്സ് സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എക്സ്ട്രാ ഉള്ളതെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ്സ് മേടിക്കാം. നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഞാനൊന്നും ഒരു സാധനം മേടിച്ചില്ല. 2 ഉഴുന്നുവട കഴിച്ചു, 1 കോഫി കുടിച്ചു. മാഗ്നറ്റ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു 10,000 രൂപ അയച്ചു കൊടുത്തു. ഒരു 10,000 രൂപ അവന് വെച്ചിട്ട് ഞാൻ എഴുതുന്നത്. ഇപ്പം മൂന്നാർ വന്നപ്പോൾ 4,000 രൂപ, ബാക്കി 6,000 രൂപ ബാക്കി. അപ്പോൾ നാളെ 10,000 രൂപയ്ക്ക് ഇവിടെ നിന്ന് നമ്മളെ കൂട്ടത്തിൽ ട്രിപ്പ് വന്നത് ഗോകുല് മാത്രമാണ്. ഞാനാണ് സാധനം മേടിക്കണമെന്ന് വന്നത്. ഞാൻ 2 ഉഴുന്നുവടയും കഴിച്ച് കോഫി കുടിച്ചിട്ട് പോകും. ഗോകുൽ വാങ്ങിച്ചു തന്നെ, ഗോകുലിൻ്റെ ഗിഫ്റ്റ്. ഗോകുൽ എനിക്ക് മേടിച്ചത് 3 വന്നപ്പം ഗോകുൽ എനിക്ക് മേടിച്ചതാണ്. നമ്മളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഗെയ്സ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ചെയ്തത്, അതായത് മൂന്നാറിലോട്ട് ഷോപ്പിങ്ങിന് വന്നത് ഗോകുലാണ്. ഗോകുൽ എന്തൊക്കെ മേടിച്ചു ഗോകുലെ? Lot of things. ഞാൻ 2 ഉഴുന്നുവട, വീണ്ടും പറയാം, 2 ഉഴുന്നുവട 1 കോഫി. ഇത്രയൊക്കെയുള്ള വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തിനി നേരെ ട്രിവാൻഡ്രത്തോട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.